ആൾതാമസമില്ലാത്ത ദ്വീപുകൾ കാണാൻ പറ്റുന്ന അവസരങ്ങൾ ഞാൻ ഒരിക്കലും മിസ്സാക്കില്ല കേട്ടോ. അതെന്താണെന്നറിയോ, മറ്റുള്ള ദ്വീപുകളിലുള്ള ബീച്ചിനേക്കാൾ അടിപൊളിയായിരിക്കും ഇവിടുത്തെ ബീച്ച്. ഇങ്ങനെയുള്ള 3 ദ്വീപുകൾക്കാണ് നമ്മൾ കയാക്കിൻ തുഴഞ്ഞു പോകാൻ പോണേ. അപ്പോൾ ലക്ഷദ്വീപിന്റെ മനോഹര കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൾക്കാരും താമസിക്കാത്ത കൽപ്പനയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു ദ്വീപിലാട്ടോ. ദ്വീപിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആൾക്കാർ താമസിക്കാത്ത ദ്വീപിലേക്ക് വരുന്നത് 2ാം പ്രാവശ്യം. ആദ്യം പോയത് സുഹേലിക്കാണ്. സുഹേൽ വേറെ ലെവലാണ്. ഇവിടെ പോലെ അല്ല, ഇവിടെ നിറച്ച് പാറയൊക്കെയാണ്. കൽപ്പേനി ദ്വീപിന്റെ തെക്കു ഭാഗത്താട്ടാ ഈ 3 ദ്വീപുകൾ സ്ഥിതി ചെയ്യണേ. ഇവിടെ നിൽക്കുമ്പോൾ തിരമാലകളുടെ ശബ്ദം ഒഴികെ വേറൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ദ്വീപിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറെ ജീവികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ അകലെ കാണുന്ന ദ്വീപ് നമുക്ക് കൽപ്പേനിയിൽ നിന്ന് കാണാൻ പറ്റില്ല. അത് കാണണമെങ്കിൽ ഈ ദ്വീപിലേക്ക് തന്നെ വരണം. ഈ ദ്വീപിൽ നിന്ന് കടലിലൂടെ നടന്നിട്ട് നമുക്ക് ആ ദ്വീപിലേക്ക് പോകാൻ പറ്റൂട്ടാ. പക്ഷെ നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് നമ്മൾ ഈലിനെ കാണുന്നത്. ഇവിടെ ഇതിനെ മലഞ്ഞി എന്നൊക്കെ വിളിക്കും. ഈ ഐറ്റം ഇവിടെ കുറെ ഉണ്ടെന്ന് കൽപ്പേനിൽ നിന്ന് പോരുമ്പോഴേ ആ ചേട്ടൻ വാണിങ് തന്നായിരുന്നു. പൂച്ചയുടെ പല്ല് പോലെയാണ് ഇവരുടെ പല്ലെന്ന് കേട്ടുള്ളത്. കടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവിടുത്തെ മാംസ കഷ്ണം തള്ളാണോ സത്യാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ റിസ്ക് എടുക്കാൻ പോയില്ല. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഒരു ടാറ്റ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ദ്വീപ് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. തിലാക്കം 2 എന്നാട്ടാ ഈ ദ്വീപിന്റെ പേര്. ഇത്തരം ജനവാസമില്ലാത്ത ദ്വീപുകളിൽ ആ ദ്വീപിന്റെ പേര് എഴുതിയിട്ടുള്ള ഇതുപോലത്തെ സ്തൂപങ്ങൾ കാണാൻ പറ്റൂട്ടാ. നമ്മളൊക്കെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല സൗണ്ടുകളും കേൾക്കാറില്ലേ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഈ ദ്വീപില് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ എന്ത് സംഭവിച്ചാലും ഒരാളും ഒന്നും അറിയില്ല. പക്ഷെ ചെറിയ ദ്വീപായതുകൊണ്ട് പെട്ടെന്ന് ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് നമ്മൾ എത്തും. എന്നൊക്കെയാണെങ്കിലും ഒറ്റയ്ക്ക് പോവാതിരിക്കാട്ട നല്ലത്. ഇനി നമ്മൾ പോകുന്നത് ഈ ദ്വീപിന്റെ മധ്യഭാഗത്തേക്കാണ് എന്ന് ഞാൻ കരുതുന്ന ഒരു സ്ഥലത്തേക്ക്. ഇതൊക്കെയാണ് കാഴ്ചകൾ. വലിയ കാര്യമായിട്ട് നമ്മുടെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ ആൾക്കാരില്ലാത്ത ഒരു ദ്വീപിലേക്ക് ആൾക്കാരില്ലാത്ത ദ്വീപിലേക്ക് പോകാന്നുള്ളൊക്കെ ഒരു രസമുള്ള പരിപാടിയാണ്. ഒരു ഭയങ്കര കാമായിരിക്കും. കുറച്ച് പേടിയുണ്ടാവും ഉള്ളോട്ടൊക്കെ പോകാനായിട്ട്. കാരണം ഒന്നുമില്ലല്ലോ, എന്തുണ്ടായാലും ആരും ഒന്നും കാണാനും പറയാനും എടുത്തുകൊണ്ട് പോകാനൊന്നും ഇല്ല. പക്ഷെ മൃഗങ്ങൾ, പട്ടി, പൂച്ച, നായ, പാമ്പ് ആ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. അപ്പോൾ നമ്മുടെ കയാക്കിയും കൂടെ കിടക്കേണ്ടത് ഇതിൽ കയറുക, നേരെ കൽപ്പനയിൽ പോവുക, നാളത്തെ കപ്പലിൽ നാട്ടിൽ പിടിക്കുക. ഇതിലും നല്ല ലക്ഷദ്വീപിലെ അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ?